ലോലിറ്റയ്ക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ആരെയാ? ഓക്കെ, ഇഷ്ടമുള്ള ആളെ വെച്ച് തുടങ്ങാം. ഷിജിലാലെ ഒരു ഇഷ്ടമില്ലാത്തത് ചിഞ്ചേട്ടൻ. ഇങ്ങനെ പറ്റി ആദ്യം പറയാം. എന്റർടൈനിങ് ആണ്, പോസിറ്റിവിറ്റി ആണ്, എന്നാ അതേസമയം ഗുഡ് ഒരു കോമ്പറ്റീറ്റർ ആണ്. ലൈക്ക് നല്ല ടാക്ടിക്സ് ഉണ്ട്, ടാസ്ക് അതുപോലെ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഹി ഈസ് മെയിൻറ്റെയിനിങ് ആളുടെ ഒരു ക്യാരക്ടർ. ആള് വേറെ ആരാവോ നോക്കുന്നില്ല. ആൾക്കൊരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് വൈ ഞാൻ ഈ ഒരു ടൈറ്റില് ഷിജുലാൽ ചേട്ടന് കുത്തിക്കാം. ഷിജുലാൽ എന്ത് പറയുന്നു? സത്യങ്ങളെല്ലാം ഇവിടെ ബോധിപ്പിക്കാൻ വേണ്ടി സത്യം മാത്രമേ എനിക്ക് നല്ലപോലെ അറിയാലോ. ഷിജിൻ ചേട്ടൻ, ഞങ്ങൾ ഒരു 3 ഗെയിംസിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതിലൊരു ഗെയിമിൽ ഞാൻ ക്യാപ്റ്റനുമായിരുന്നു, ടൈം ബസറില്. സോ എനിക്ക് ഈ 3 ഗെയിമിൽ മനസ്സിലെന്ന് ചോദിച്ചാൽ ആളുടെ ഒപ്പീനിയൻസ് പറയും, എല്ലാവരും അവരുടെ ഒപ്പീനിയൻസ് പറയും. പക്ഷേ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ആളുടെ സ്ട്രാറ്റജി പോലും എല്ലാവർക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കണേ. ബട്ട് ആള് പറയും ഇത് ഞാൻ കാരണം ജയിച്ചേ. പിന്നെ എത്തിക്സ്, ഫെയർ. നമ്മുടെ കപ്പിന്റെ ടാസ്ക് വന്നു, കപ്പ് കമത്തി വെക്കണോ നേരെ വെക്കണോ എന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പൊ റിയാസ് ഞങ്ങളോട് പറഞ്ഞു കപ്പ് കമത്തി വെക്കുന്നത്. ഞാൻ പറഞ്ഞു സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് ബാലൻസ് കിട്ടും. അപ്പൊ തന്നെ ആള് പറഞ്ഞു നമുക്ക് കപ്പ് നേരെ വെക്കാം, അവർ ഓൾറെഡി ചൂസ് ചെയ്തു. ബട്ട് അതല്ല ഒരു കോമ്പറ്റീഷൻ, നമ്മൾ ഫൈറ്റ് ചെയ്യണം. പിന്നെ അതെന്ന് പറയുന്നത് എത്തിക്സ് അല്ല, ബുദ്ധി ഉപയോഗിക്കണതാ. മറ്റേ നമ്മുടെ റിലേ ടാസ്ക് ഉണ്ടായല്ലോ, ഷിൻചേട്ടന് ചുമ്മാ അത് വന്ന് കൊടുത്താൽ മതി. പുള്ളിക്കാരൻ അവിടെ വന്ന് വീണു, അവിടെ 2 മിനിറ്റ് ആള് കടന്നു. ആ ഗെയിമിൽ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയത് ഒരു 1 മിനിറ്റ് ഡിഫറൻസിൽ മാത്രമോ. യം ആൻഡ് യക്ക്, അതിലെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് യമ്മിയാണോ യക്കാണോ എന്ന് പറയണേ. ജയിച്ചു കഴിഞ്ഞപ്പോ ഹി വാസ് ലൈക്ക് 75% എന്റെ ഐഡിയയാണ്. ഐ വാസ് ലൈക്ക് അതെങ്ങനെയാവണേ, അത് എവിടെ കുത്താൻ സ്ഥലമില്ലെന്ന്. ഷിജിലാൽക്ക് നിൽക്കാൻ ബാക്കിയുള്ളവർക്ക് പോവാം. യെസ് ഷിജിലാൽ, ലൈക്ക് ആരാ ഡിസ്ലൈക്ക് ആരാ? ലൈക്ക് ആയിട്ട് എന്താ ലൊലീറ്റ. ലൊലീറ്റ. ഓക്കേ, ഷിജിൻ. ആദ്യം ഷിജിനെ തന്നെ പറയാം. കാരണം വെച്ചാല് ഇവൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവനൊക്കെ ബിഗ് ബോസ് ഹൗസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവനക്ക് ഡാൻസ് സ്കില്ല് മാത്രം വെച്ചിട്ട് അവിടെ കളിച്ചാൽ അവിടത്തെ ഉള്ള ഒരു ഡാൻസ് സ്കില്ല് അടിച്ചിട്ട് അവനെ പുറത്തേക്ക് കളിക്കും. ലൊലീറ്റ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള കുട്ടീനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് സീരിയസ്ലി. കാരണം വെച്ചാല് എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര മുഖത്തടിച്ച് നല്ല ആ ഒരു വ്യക്തിത്വം എന്തായാലും നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. ലൊലിറ്റയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇവരെല്ലാരും എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ കണ്ടിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഫ്രണ്ട്, അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ മുഖത്തോക്കി കുറെ കാര്യങ്ങൾ അടിച്ച് പറയുന്നതുകൊണ്ട് കുറെ പേർക്ക് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കുട്ടിയാ, നീ എന്റെ സോന ചേച്ചി. ഓക്കെ, കുറെ പേരെന്ന് പറയുമ്പോ ഒറ്റാള്. ചേച്ചി വിളിക്കരുത്. ആ ചേച്ചിന്ന് വിളിച്ചില്ലെങ്കിൽ പ്രശ്നോ? എപ്പോ യങ്ങല്ലേ, എന്നോട് ഒരു യങ്ങല്ലേ. എന്റെ കുട്ടി ഇതുപോലെ കള്ളം പറയാതെ. അല്ല എന്നോട്, ഞാൻ ആദ്യം സോന വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു സോന വിളിക്കണോ സോന ചേച്ചി വിളിക്കണോ. അപ്പൊ കുട്ടി ഭയങ്കര നൈസായിട്ട് കള്ളം പറയുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി വെതറി എനിക്കിവിടെ ഫേവറേറ്റ്. ഞാൻ ക്യൂട്ടായത് എന്റെ പ്രശ്നമല്ല, ചേച്ചിയുടെ പ്രശ്നം. അതല്ല ബിഗ് ബോസ് കയറേണ്ട ക്വാളിറ്റി ക്യൂട്ട്നെസ്. ചേച്ചിന്ന് വിളിക്കരുത്, എന്നെ സോന എന്ന് വിളിക്കണം. അതെന്തുവാ? ഞാൻ എന്നെ ഇഷ്ടമുള്ളതെന്ന് വിളിക്കും. സോന ചേച്ചി. കുട്ടി ഇപ്പൊ ചേച്ചിന്ന് വിളിച്ചപ്പോ ഞാൻ എന്തേലും പറഞ്ഞു? അല്ല, നേരത്തെ ആരും ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന് സോന പറഞ്ഞായിരുന്നു. വയസ്സുള്ള ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ ഞാൻ സോന ചേച്ചിന്ന് വിളിക്കരുത്. അതാണ് സംഭവം. വിളിക്കരുത്. പോയിന്റ് നോട്ടഡ്. ഓക്കെ.